എന്നാൽ പോലും മെസ്സിയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രൈവറ്റ് പ്രൊഫൈലിലേക്ക് റിപ്ലൈ കൊടുക്കുന്നത് ഭയങ്കര റെയറാണ്. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ താങ്കളെടുത്ത വണ്ടിയിൽ അദ്ദേഹത്തിന്റെ സ്റ്റിക്കറാണ്. അത് ഈ വേൾഡ് കപ്പ് ടൈം ആയപ്പോൾ ഞാൻ ഒരുപാട് മറ്റ് ഫാൻസുകാരും ചെയ്യുന്നത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. അതെ, ട്രിബ്യൂട്ട്, അതായത് മെസ്സിക്ക് വേണ്ടി ചെയ്ത ഈ പെയിന്റിങ്ങും അതേപോലെ സ്റ്റാച്ചു മെസ്സി കാണുന്നത് ഭയങ്കര ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ലൈക്ക് എനിക്ക് മനസ്സിലായി ഒരു പീരീഡ് ടൈമിൽ മെസ്സി കണ്ടിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്തായാലും സ്പാനിഷിൽ വീഡിയോ മനസ്സിലായി. അപ്പം അങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്നതും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ല എൻ്റെ ഒരുപാട് ഫോളോവേഴ്സ് അവർ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അവർ ഇഷ്ടംപോലെ പ്രാവശ്യം ഞാൻ ഇതേപോലെ സ്പാനിഷിൽ ചെയ്യുന്നതായാലും ഞാൻ ട്രൈ ചെയ്യുന്ന വീഡിയോസൊക്കെ അവർ സ്റ്റോറി ഇടും, മെസ്സിനെ മെൻഷൻ ചെയ്യും, മെസ്സിയുടെ പരിചയത്തിലുള്ള ആൾക്കാരെ മെൻഷൻ ചെയ്യും, എങ്ങനെയെങ്കിലും കാണിക്കാൻ വേണ്ടി അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെയും കൂടെ ഒരു രുചിയാണ്. നാട്ടിൻപുറത്ത് ഫ്ലെക്സ് വെക്കുമ്പോൾ പൈസ ഇല്ലാണ്ട് എല്ലാവരും 100-200 ഒക്കെ സ്പ്ലിറ്റ് ആയിട്ട് അടിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ അടക്കാരൊക്കെ വെട്ടിയിട്ട് ഫ്ലെക്സ് അടിക്കാനൊക്കെ പോയിട്ടുണ്ട്. ആസ് എ അർജന്റീന ഫാൻ എന്നുള്ള ലെവലിൽ എത്രത്തോളം പേർക്ക് അറിയണമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വേൾഡ് കപ്പിൽ വലിയ ആവേശമൊന്നുമില്ല. കാരണം നമസ്കാരം. ഫുട്ബോൾ ആരാധകരുടെ ദൈവമാണ് ലയണൽ മെസ്സി. മെസ്സിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടുമോ, ഒരു കമൻറ്റ് ഇട്ടാൽ ലൈക്ക് കിട്ടുമോ എന്നൊക്കെ നോക്കിയിരിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ യാദിലം ഇക്ബാൽ ലയണൽ മെസ്സിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് അദ്ദേഹം ലയണൽ മെസ്സി ഒരു കമൻറ്റ് ഇട്ടിരിക്കുകയാണ്, നന്ദി യാസിലെന്ന്. ഇപ്പോൾ അത് ഭയങ്കര വൈറലായിരിക്കുകയാണ്. 1 മില്യണിലധികം ലൈക്ക് പോലും അതിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ യാദിലം ഇക്ബാൽ നമ്മുടെ ഒപ്പം ചെയ്യുന്നുണ്ട്. കടുത്ത മെസ്സി ആരാധകരാണ്. എത്ര നാളായി മെസ്സിയുടെ ആരാധകനാണ്? ഞാൻ കുറച്ച് കാലം മുമ്പ് 2010 തൊട്ടിട്ട് ഞാൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ 2012 തൊട്ടിട്ട് ബാർസലോണ, മെസ്സി, നെയ്മർ സൈൻ ചെയ്ത ശേഷം സുവാരസ് ഉള്ള സമയം തൊട്ടിട്ട് ഞാൻ ബാർസലോണയുടെ കളികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 13-15 വയസ്സൊക്കെ ആയിക്കോളൂ. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ചെറുതായിട്ട് കളി കാണുന്നുണ്ട്. ദെൻ 2014 വേൾഡ് കപ്പ് നഷ്ടപ്പെട്ടതിന് ശേഷം എല്ലാ മെസ്സി ഫാൻസിനും ഉണ്ടായിരുന്ന പോലെ തന്നെ നമുക്കും ഭീകരമായിട്ടുള്ള വേദന ഉണ്ടാവുകയും പിന്നീട് മെസ്സി കപ്പടിച്ച് രാജ്യത്തിന് വേണ്ടി കപ്പടിച്ച് കാണുന്നത് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്ത അത് ഞാൻ ശ്രദ്ധിച്ചത് ആ പോസ്റ്റുകളൊക്കെ സ്പാനിഷിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഒരു 2021 വൈറലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ചെയ്ത ഈ ട്രിബ്യൂട്ട്, അതായത് മെസ്സിക്ക് വേണ്ടി ചെയ്ത ഈ പെയിൻറ്റിങ്ങും അതേപോലെ സ്റ്റാച്ചു മെസ്സി കാണുന്നത് ഭയങ്കര ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ലൈക്ക് എനിക്ക് മനസ്സിലായി ഒരു പീരീഡ് ടൈമിൽ മെസ്സി കണ്ടിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്തായാലും സ്പാനിഷിൽ വീഡിയോ മനസ്സിലായി. അപ്പം അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിലത്തെ ഫസ്റ്റ് പോർഷൻ ഞാൻ സംസാരിക്കുകയും അതിൻ്റെ ഒരു കോർ സാധനം ഞാൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തത്. പക്ഷെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ സംസാരിക്കാൻ ചെയ്തിട്ടുള്ളത്. ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഫുട്ബോൾ കളിക്കാറില്ല, ഞാൻ ക്രിക്കറ്റാണ് കളിക്കുന്നത്. ഞാൻ ഫുട്ബോൾ നല്ലോണം കാണും. അതേപോലെ തന്നെ ഇപ്പോൾ മെസ്സി കളിക്കുന്ന ഇന്റർ മിയാമിയുടെ ആയാലും PSG ആയാലും മുമ്പത്തെ ബാർസലോണയുടെ കളികളിൽ ഞാൻ നല്ലോണം കണ്ടിരുന്നു. വേൾഡ് കപ്പ് ആര് കൊണ്ടുപോകുന്ന തോന്നുന്നത്? ഓഫ് കോഴ്സ് അർജന്റീന ജയിക്കുന്ന ആഗ്രഹം, പക്ഷെ മറ്റു ടീമുകൾക്ക് സാധ്യതയുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ താങ്കളെടുത്ത വണ്ടിയിൽ അദ്ദേഹത്തിന്റെ സ്റ്റിക്കറാണ്. അത് ഈ വേൾഡ് കപ്പ് ടൈം ആയപ്പോൾ ഞാൻ ഒരുപാട് മറ്റ് ഫാൻസുകാരും ചെയ്യുന്നത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. അതെ അതെ. പെയിന്റിങ് ആരാണ് ചെയ്തത്? അത് എൻ്റെ ഒരു ഫ്രണ്ട് റാഷിദ് മെറാക്കി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടാണ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റാച്ചു ചെയ്തത് ഡാവിഞ്ചി സുരേഷ്, നമ്മുടെ കൂടുതലുള്ള ഡാവിഞ്ചി സുരേഷാണ് ചെയ്തത്. അതെ അതെ. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരുപാട് കമൻസും ലൈക്കും ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. എന്ത് പറയുന്നു സുഹൃത്തുക്കളെ? കുറേ ലൈക്ക് പേഴ്സണൽ മെസ്സേജസ് ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഇടുന്ന എല്ലാവർക്കും റിപ്ലൈ ആക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അച്ചീവ്മെൻറ്റ്, എനിക്ക് ഇങ്ങനത്തെ ഒരു ഭാഗ്യം വരാൻ കാരണം ഞാൻ ഒരു 5 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എൻ്റെ മാത്രം ശ്രമമല്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നെ ഫോളോ ചെയ്യുന്നതും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ല എൻ്റെ ഒരുപാട് ഫോളോവേഴ്സ് അവർ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അവർ ഇഷ്ടംപോലെ പ്രാവശ്യം ഞാൻ ഇതേപോലെ സ്പാനിഷിൽ ചെയ്യുന്നതായാലും ഞാൻ ട്രൈ ചെയ്യുന്ന വീഡിയോസൊക്കെ അവർ സ്റ്റോറി ഇടും, മെസ്സിനെ മെൻഷൻ ചെയ്യും, മെസ്സിയുടെ പരിചയത്തിലുള്ള ആൾക്കാരെ മെൻഷൻ ചെയ്യും, എങ്ങനെയെങ്കിലും കാണിക്കാൻ വേണ്ടി അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെയും കൂടെ ഒരു രുചിയാണത്. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരത്തിലൊരു കമന്റ് കിട്ടുന്നത്. അതെ അതെ. ഓൾമോസ്റ്റ് ഞാൻ വൈറലായതിനു ശേഷം 2021 ശേഷമാണ് നമ്മൾ ഈ മുറാൽ ഉണ്ടാക്കുന്നത്. ഇപ്പം 2026 അപ്പം 5 വർഷം നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതും ഏറ്റവും വലിയ സംഭവം വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യുമ്പോൾ മെസ്സി ഇൻസ്റ്റാഗ്രാമിൽ 366 പേര് ഫോളോ ചെയ്യുന്നുണ്ട്.
നമുക്ക് ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടിൽ നിന്ന് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് റിപ്ലൈ കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. അതുവഴി നമ്മൾ കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും മെസ്സിയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രൈവറ്റ് പ്രൊഫൈലിലേക്ക് റിപ്ലൈ കൊടുക്കുന്നത് ഭയങ്കര റെയറാണ്. കാരണം വെച്ചാൽ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെസ്സി ഡിമേരുടെ അക്കൗണ്ടിലേക്ക് റിപ്ലൈ കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അഗ്യോയുടെ അക്കൗണ്ടിലേക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ റിപ്ലൈസ് ഒക്കെ റെയർലി കുറവാണ്. പിന്നെ ഫാൻ പേജിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ സമയത്തും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, കിട്ടുമോ. ഒരുപാട് സമയത്ത് ഞാൻ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ഒരു പരിശ്രമത്തിന് ശേഷമാണ് അതിന് ഞാൻ യൂസ് ചെയ്ത പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം. വലിയൊരു പ്രാർത്ഥനയായിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിൽ ഒരു 95 വയസ്സായിട്ടുള്ള വല്യമ്മയുണ്ട്. വല്യമ്മ അടക്കം ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അതും ഫസ്റ്റ് ഞാൻ വൈറലാവുന്ന ഞാൻ സാധാരണ ഫാനാണ്. ഞാൻ ഇപ്പോൾ മെസ്സി 2006 കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈം തൊട്ടൊന്നും ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ 2010 ശേഷം അല്ലെങ്കിൽ 2006 വേൾഡ് കപ്പ് എനിക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയാം, ചെറുതായിക്കോളൂ. അപ്പോൾ ഞാനിങ്ങനെ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഫ്ലെക്സ്, ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ട്. പണ്ട് നമ്മൾ നാട്ടിൻപുറത്ത് ഫ്ലെക്സ് വെക്കുമ്പോൾ പൈസ ഇല്ലാണ്ട് എല്ലാവരും 100-200 ഒക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അടിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ അടക്കാരൊക്കെ വെട്ടിയിട്ട് ഫ്ലെക്സ് അടിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഫാൻഷിപ്പും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാകും. എൻ്റെ വീട് യൂബസാർ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ ബ്രസീൽ ഫാൻസിനെ അർജന്റീന ഫാൻസിനെ ഞാനിപ്പോൾ ഈ സമയത്ത് ഓർക്കുന്നു. വീട്ടിലെല്ലാവരും എന്ത് പറഞ്ഞു? വീട്ടിൽ ഇപ്പോൾ കുറേ നാട്ടിൽ ഈ പ്രാന്തം എല്ലാവർക്കും അറിയാം. ഒരു ടൈമിൽ ഞാൻ ഫോണിൽ പ്രൈവറ്റായിട്ടാണ് ഞാൻ കളി കണ്ടിരുന്നത്. അത് ടി വിയിലല്ലാണ്ട് ഈ ലിങ്കുകൾ വഴിയാണ് കളി കണ്ടിരുന്നത്. അപ്പോൾ അധികം ആർക്കും എൻ്റെ ഫ്രണ്ട്സിനെ പരിപാടിക്കൊക്കെ ഞാൻ ഇങ്ങനെ പരിപാടി കാണാൻ അറിയാൻ പാടില്ലായിരിക്കും. അതല്ലാണ്ട് ഈ വൈറലായതിനു ശേഷം ഇതുമായിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ വീട്ടുകാർക്ക് അറിയാം, ഓക്കെ ഇവർ ഇങ്ങനെ സ്ഥലത്താണ് ട്രാവൽ ചെയ്യുന്നത്, ഇങ്ങനെ സ്ഥലത്താണ് പോകുന്നത്. പിന്നെ ഞാൻ ഇടയിൽ ബെക്കാമിനെയും അർജന്റീന കോച്ചിനൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ വീട്ടുകാർക്ക് അറിയാം. പിന്നെ വീട്ടുകാരുടെ പ്രാർത്ഥനയുണ്ട്, വീട്ടുകാരുടെ സപ്പോർട്ടുണ്ട്. കളി ഇങ്ങനെ ആവേശം മൂത്ത് വരികയാണ്. അപ്പോൾ അതിനിടയിൽ നിങ്ങൾ എന്താണ് ഈ ആരാധകർക്ക് നൽകുന്ന ഒരു പ്രോത്സാഹനം എന്താണ് ഇവിടെ? ആസ് എ അർജന്റീന ഫാൻ എന്നുള്ള ലെവലിൽ എത്രത്തോളം പേർക്ക് അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വേൾഡ് കപ്പിൽ വലിയ ആവേശമൊന്നുമില്ല. കാരണം ഞാൻ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ എല്ലാ കളിയും ലൈവായിട്ട് സ്റ്റേഡിയത്തിൽ നിന്ന് കണ്ട ഒരാളാണ്. അപ്പോൾ അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയുടെ പുറത്ത് പോകുന്നത് ആ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. ലൈഫിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ പുറത്ത് പോകുന്നത് ഞാൻ ഈ വേൾഡ് കപ്പിന് വേണ്ടിയിട്ടാണ്. ആ വേൾഡ് കപ്പിൽ ഫസ്റ്റ് കളി സൗദി നോക്കുന്നു, ഞാൻ ഏറി പോകുന്നു, തെറിവിളി പരിപാടി ബുള്ളിങ് എല്ലാം കഴിഞ്ഞിട്ട് ആ വേൾഡ് കപ്പ് മെസ്സി പൊക്കണം കണ്ടിട്ട് വന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിലത്തെ ഏറ്റവും വലിയ ഡ്രീം മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്തു. ഒരു പ്രാവശ്യം കിട്ടിക്കാൻ ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മെസ്സി ഞങ്ങൾ ഫാൻസിന് നേടിത്തരാൻ പറ്റുന്നതൊക്കെ നേടിത്തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇത് ഞങ്ങൾക്ക് വേണമെന്നുള്ള വാശിയില്ല, ഒരു പ്രഷറും ഇല്ല. നാളെ അതിനെ തോറ്റു കഴിഞ്ഞാലും ജയിച്ചു കഴിഞ്ഞാലും സന്തോഷം. അല്ല തോറ്റിയ സന്തോഷമല്ല കേട്ടോ. ഈ കളി ഫൈനലിൽ ഇവിടെ പ്രദർശനം ഉണ്ടാവോ? ഇതേ ലൈക്ക് ടൈമിങ് ഡിഫറെൻ്റ് ആയതുകൊണ്ടും പിന്നെ പെർമിഷൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകുന്ന സ്ഥലപരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മൈറ്റ് ബി ഒരു പ്രൈവറ്റ് സ്ക്രീൻ എടുത്താലെന്ന് ആലോചിക്കുന്നുണ്ട്. ആരാധകരോടൊക്കെ എന്താ പറയാനുള്ളത്? എല്ലാവരുടെ അടുത്തും ഞങ്ങൾ അർജന്റീന ഫാൻസിൻ്റെ അടുത്തല്ല, എല്ലാ ഫാൻസിൻ്റെ അടുത്തും കൂടെയാണോ? ആസ് എ ഫാൻ, മെസ്സി ഫാൻ, അർജന്റീന ഫാൻ എന്നുള്ള ലെവലിൽ December 18, 2022 ഞങ്ങൾ പൂർണ്ണരായി. ഞങ്ങൾക്ക് ഇനി നേടാനൊന്നുമില്ല, ഞങ്ങൾക്ക് ഇനി പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ഇനി പ്രൂവ് ചെയ്യാനുള്ളവർ പ്രൂവ് ചെയ്യട്ടെ. ഞങ്ങൾ കരക്കിൽ നിന്ന് കാണുന്നുണ്ട്. ആര് ജയിച്ചാൽ സന്തോഷം, നോ ഹെയ്റ്റ്. ഞങ്ങൾ കിട്ടിയതൊന്നും ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുമില്ല. ഞാൻ പേഴ്സണലി ആരായിട്ടും ഹെയ്റ്റിലില്ല. എല്ലാവരും ആഗ്രഹങ്ങൾ നടക്കട്ടെ, എല്ലാവരും പ്രാർത്ഥനകൾ നടക്കട്ടെ. ലൈക്ക് ഒരുപാട് പ്ലേയേഴ്സ്, ഇപ്പോൾ നെയ്മർ ആയാലും റൊണാൾഡോ ആയാലും അവരുടെ കരിയറിൽ ഒരു ട്രോഫി, ഒരു വേൾഡ് കപ്പ് അവർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ മൈറ്റ് ബി നമുക്ക് കിട്ടിയില്ലെങ്കിൽ, നമ്മളിപ്പോഴും നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ കിട്ടിയില്ലെങ്കിൽ അവരുടെ ഫാൻസിനും സന്തോഷമാവുന്ന എന്തെങ്കിലുമൊക്കെ ഈ വേൾഡ് കപ്പിൽ നടക്കട്ടെ. യാദിലിന്റെ ആ ഒരു ആരാധന എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ 2 കോടിയോളം വില വരുന്ന റേഞ്ച് റോവറിൽ അദ്ദേഹം ഈ സ്റ്റിക്കർ ചെയ്തിരിക്കുന്ന വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം അത്രത്തോളം ആരാധകനാണ് എന്ന്. ഏതായാലും കൊടുങ്ങല്ലൂരിൽ നിന്നും വലിയൊരു ആരാധകൻ അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹം ഒരു കമന്റ് ഇട്ടു, നന്ദി യാദിലെന്ന്. അതിൽ ഏറെ സന്തോഷവാനാണ് എന്നും യാദിൽ വ്യക്തമാക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.